നല്ല മനോഹരമായ ഒരു ഭംഗിയായ നാടാണ് അടിമത്രനെ. എനിക്ക് ഒരിക്കലും വേറൊരു രീതിയിൽ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നാടാണ് അടിമത്ര. ഞാൻ എത്ര ഇവിടെ വരുന്നാലും എനിക്ക് അതിൻ്റെ ആ ഒരു ബോറ് എനിക്ക് കാണിക്കത്തില്ല. പക്ഷേ എനിക്ക് ആ ഇൻട്രസ്റ്റിങ് ഭയങ്കര കൂടുതലാണ് ഇവിടെ. നമ്മുടെ ആഴിമല ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലുള്ള അടിമലത്തുറ ബീച്ചാണിത്. ഫോറിനേഴ്സ് കൂടുതലും വരുന്ന ഒരു ബീച്ചാണ്. പല റിസോർട്ടുകളുടെയും പ്രൈവറ്റ് ബീച്ച് എന്ന് പറയുന്ന തരത്തിലേക്ക് അവർ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് അവിടെ. ആഴിമല ക്ഷേത്രത്തിൻ്റെ ശിവൻ വളരെ ഉയരത്തിൽ കാണാം. ഒന്ന് ജസ്റ്റ് പാൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ക്രൈസ്റ്റ് വലിയൊരു കുരിശ്, അത് കഴിഞ്ഞിട്ട് കുറേ റിസോർട്ടുകളുടെ നിര, അത് കഴിഞ്ഞിട്ട് പള്ളിയുടെ പ്രാർത്ഥനാലയങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ, പച്ചപ്പുല്ല് പ്രാർത്ഥനാലയങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ, അത് കഴിയുമ്പോൾ തെങ്ങ്, കുറേ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ, അത് കഴിഞ്ഞ് വീണ്ടും കടലിലേക്ക്. വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഈ പ്രദേശം. അടിമലത്തുറ ബീച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നട്ടുച്ച സമയത്തായതുകൊണ്ട് ബീച്ചിൽ ആളുകൾ പൊതുവെ കുറവാണ്. പക്ഷേ ഈ ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടിമലത്തുറ ബീച്ചിൽ ചെറിയ ചെറിയ കച്ചവടം, തുണിക്കച്ചവടമാണ് പ്രധാനമായിട്ട്. കച്ചവടമായിട്ട് ഇരിക്കുന്ന പേര് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ചില കൊച്ചു വിശേഷങ്ങൾ ചോദിച്ച് അടിമലത്തുറ ബീച്ചിൽ മനസ്സിലാക്കാം. അയ്യോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പേരെന്താ? ശിവദാസൻ. ഞാൻ രഞ്ജിത്ത്. ഓക്കെ. ചേട്ടൻ്റെ പേര്? ശുംഭരൻ. ചൂടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ കാറ്റുള്ള ഒരു ആശ്വാസം. ശരി, ഈ അടിമലത്തുറ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്താണ് ചേട്ടാ? അടിമലത്തുറ ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭംഗിയും അതിൻ്റെ ഒരു പുരുഷനിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയും, പിന്നെ അതിൻ്റെ പുറത്തുള്ള ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബീച്ചാണ്. അതിൻ്റെ വൃത്തിയും കാര്യങ്ങളും ഉള്ള ഇതാണ്. എത്ര കാലം കാണും ഈ അടിമലത്തുറ ബീച്ച് എന്ന് പറയുന്ന ഒരു എല്ലാവരും അറിയുന്ന ഒരു ബീച്ചായി മാറി? അറിയുന്നതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ റിസോർട്ടൊക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ ഫേമസ് ആയിട്ട് അറിയപ്പെട്ടത്. നമ്മളുടെ ഈ അടിമലത്തുറ എന്നുള്ള ഒരു സ്ഥലം കൂടുതലായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. ഈ അടിമലത്തുറ എന്ന പേരിന് അർത്ഥം എന്താണ്? അടിമലത്തുറ അടിമലത്തുറ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ മലയുടെ ഭാഗത്ത് ചേർന്ന് വന്നുകൊണ്ടാണ് അടിഭാഗമാണല്ലോ. അവിടുത്തെ സൈഡ് മല, ഇപ്പോഴത്തെ മലയുടെ അടിഭാഗമാണ് അടിമലത്തുറ. ആ ഒരു തുറ അല്ലേ അടിമലത്തുറ. ഓരോ പേര് വരുന്നതിന് ഒരു കഥകളുണ്ടാവും. വിശംബരൻ ചേട്ടൻ എന്ത് തോന്നുന്നു? ആ പേര് അങ്ങനെ ആയിരിക്കുമോ? ഉറപ്പാണ്. ഒരു ക്ഷീണമാതിരി. ഭക്ഷണം കഴിച്ചില്ലേ? ഒരു ഉന്മേഷക്കുറവ് തോന്നി, അതുകൊണ്ട് ചോദിച്ചാൽ. ഇവിടെ തന്നെയാണ് നാട്, സ്വന്തം സ്ഥലം? നമ്മളെല്ലാം ഇവിടെ ജനിച്ചു വളർന്ന സ്ഥലം. ചേട്ടന്റെ വീട് ഇതിന്റെ മേളിൽ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഇവിടെ തന്നെ ഇത് തന്നെയാണ് ജീവിതമാർഗം പണ്ടുമല്ലേ? തുണിക്കച്ചവടം. ഈ തുണികളെന്ന് പറയുമ്പോൾ ഇത് പിന്നെ ഏതൊക്കെ ആവശ്യം, എന്തൊക്കെ ഇതൊക്കെ നമ്മളെ ടൂറിസങ്ങളിൽ മാത്രം യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മള് ഇത് ഇവരെന്ന് പറയുമ്പോൾ ഇവർ നൈസ് തുണികളാണല്ലോ ഉപയോഗിക്കുന്നത്. നെറ്റ് പോലത്തെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെക്കാട്ടി കട്ടിയുള്ള വ്യത്യാസത്തിലുമാണ് നമ്മളുടെ ബോഡികൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെയിലത്ത് ഫ്രീ ആയിട്ട് നടക്കണം. പിന്നെ അവരിന് കാറ്റുകൾ കിട്ടാൻ കണക്കാട്ടും നൈസായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ്. നമ്മൾ വിൽക്കുന്ന ആ സാധനങ്ങൾ. ഞങ്ങളിവിടെ ബാംഗ്ലൂർ, നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഏജൻസി വഴി കോവളത്ത് കൊണ്ടുവരും. അവരെത്തിക്കും. പുതിയ പുതിയ ഐറ്റങ്ങൾ അവർ വരുമ്പോൾ നമുക്ക് വിളിച്ച് അറിയിക്കും. ഇത് ആളുകൾ വന്ന് വാങ്ങിച്ചോളും. വന്ന് വാങ്ങും. സീസണാണ്. സീസൺ ഇപ്പോൾ വളരെ സ്ലോയിൽ പോവുകയാണ്. വരേണ്ടതാണ്. പിന്നെ റിസോർട്ടിലൊക്കെ ഗസ്റ്റ് ഉണ്ട്. അവർ പിന്നെ മസാജിങ് ടൈമും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസ ടൈമൊക്കെ ആയതുകൊണ്ട് പിന്നെ രാവിലെ കുറച്ചിറങ്ങും, പിന്നെ അത് കഴിഞ്ഞാൽ വൈകിട്ട് കുറച്ചിറങ്ങും. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് അവർ 1-2 ഇറങ്ങിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് നമ്മുടെ അവിടെ നോക്കുമ്പോൾ ഈ പള്ളിയുടെ ഇത്രയും മനോഹരമായ ഒരു പള്ളിയുടെ ഒരു അറ്റ്മോസ്ഫിയർ,
സംഭവം കാണാൻ ഭംഗിയാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒത്തിണങ്ങി നല്ല മനോഹരമായ വെള്ള മണലിൽ വിരിച്ച ബീച്ചും കടൽ നല്ല കടലും. നമ്മുടെ കോളം ബീച്ച് പോലെ ആളുകൾ ഒരുപാട് പേര് വന്ന് വെള്ളം ഉണ്ടാക്കുന്നതല്ല. ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ വലിയതായിട്ട് അങ്ങനെ കൂടുതലുണ്ടാവില്ല. വലിയ ക്രൗഡൊന്നും ഇല്ല, ശാന്തമാണ്. സമയത്ത് ശാന്തമാണ്. ചില സാഹചര്യങ്ങളിൽ മാത്രം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വരാൻ സോൾവ് ചെയ്ത് ഉടനെ അങ്ങ് പോകും. ഇല്ല വേറെ മറ്റുള്ളിടത്ത് പോലെ ഒന്നും ഇല്ല. ഇത് ചേട്ടൻ്റെ കാലത്തിനിടയിൽ ഇപ്പൊ ഇത്രയും കാലത്തിനിടയിൽ ഈ ബീച്ച് കണ്ട ഇത്രയും കാലത്തിനിടയിൽ ഇപ്പൊ ഈ ബീച്ചിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല നിങ്ങളെ പോലുള്ള കച്ചവടക്കാർക്ക് ഇവിടെ ജീവിക്കുന്നവർക്കൊക്കെ നല്ലതാണോ? ഇങ്ങനെ വന്നതിന് ശേഷം വെള്ളം ചീത്ത പണി നടക്കുന്നതുകൊണ്ട് വെള്ളം കലങ്ങി വരും. അത് ഗസ്റ്റിലേക്ക് ഭയങ്കര ഡിസ്റ്റർബാണ്. അതുകൊണ്ട് ഗസ്റ്റുകൾ കുറച്ചുണ്ടാകും, വയലുണ്ടാകും. പിന്നെ അത് പോയിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലൊക്കെ അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കിവിടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടും. പിന്നെ നമുക്ക് ജോലികൾ പിന്നെ കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതം വളരെ പ്രശ്നങ്ങളാവും. അപ്പം ഈ ഹാർബറിനെ സംബന്ധിച്ച് നമ്മുടെ ജോലിയും ഇവിടെ നഷ്ടപ്പെടും. അതായത് കാലാകാലങ്ങളിൽ ഓരോ തൊഴിലുകൾ നഷ്ടപ്പെടുകയും പുതിയ പുതിയ തൊഴിലുകൾ ഉണ്ടാകുകയും ചെയ്യും. അത് തന്നെ അപ്പോഴാ സ്ഥിതിക്ക് അത് ആ നിലപാടിൽ മാറി ഇപ്പം മൊബൈലുകളായതുകൊണ്ട് ആ ഒരു നിലപാടിൽ പോകുന്നത്. പിന്നെ ഇവിടെ ഹാർബർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ തടസ്സങ്ങളുണ്ടാവുമല്ലോ. വേറെ തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ അവിടെ തുറന്നു വരാൻ വേണ്ടിയുള്ള അനുവാദം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടത്തുള്ളൂ. അതൊക്കെ സംഭവിക്കും. എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ വികസനം നല്ലതാണ്. കാലങ്ങൾ കഴിയുമ്പോൾ ചിലത് നഷ്ടപ്പെടുകയും ചിലത് വരികയും ചെയ്യും. അതിനെ പ്രായോഗികമായും നല്ല രീതിയിലും ഉപയോഗിക്കുക എന്നുള്ളിടത്താണ് കാര്യം. അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ചേട്ടന് 10 വർഷം എത്ര വയസ്സായിട്ടുണ്ടാവും? 64 വർഷങ്ങളായിട്ട് ഈ ബീച്ചും ഈ സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ സമയത്ത് ഇവിടെ ഒന്നുമില്ല, ഈ റിസോർട്ടില്ല അല്ലേ? 25 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഒന്നും വർഷം കടലിങ് വന്നോണ്ടിരിക്കും. ഇതിപ്പോ ഡിസംബർ ടൈമില് ബീച്ച് കടൽ അങ്ങോട്ട് ബാക്കിലോട്ട് പോകും, ബീച്ചാവും. പിന്നെ നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ എല്ലാം കടലിങ്ങാണ്. ഇരിക്കാൻ പറ്റില്ല. പിന്നെ വന്നിട്ട് അങ്ങോട്ടോട്ട് പോകും. ഈ ബീച്ചിന്റെ പ്രത്യേകത അങ്ങനെയാണ്. പറ്റില്ല, നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ബീച്ചില്ല. ഫിഷിംഗ് വില കൂടുതലാണോ കുറവാണോ? ന്യായമായിട്ട് നോർമലാണ്. വിദേശികൾ അത് വാങ്ങിക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, പോകാറുണ്ട് അല്ലേ? ഇന്ത്യൻ മെയ്ഡല്ലേ? ഇന്ത്യൻ മെയ്ഡൽ എല്ലാം കംപ്ലീറ്റ്. അവര് ഇന്ത്യൻ മെയ്ഡായിരിക്കും സാധനങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. പറഞ്ഞ പോലെ നല്ല കളർഫുൾ ആയിരിക്കണം, നൈസ് ആയിരിക്കണം. അവർക്ക് ചുറ്റിക്കുട്ടി കൊടുത്ത് ഷോളായിട്ട് ഉപയോഗിക്കും. പല രീതിയിൽ അവർ ഉപയോഗിക്കും. മനോഹരമായ ഈ തുണി എന്ന് പറയുന്നത്. രാവിലെ എപ്പോൾ തുടങ്ങാൻ പറ്റുമോ? ഒരു 7-7:30 8 മണിക്കകത്തൊക്കെ വരും ഇവിടെ. എന്നിട്ട് രാവിലെ വൈകുന്നേരത്തെ ഒരു 6-6:30-7 മണിക്കകത്ത് തിരിച്ചു പോകും. പകൽ സമയം മാത്രം. രാത്രി ഇങ്ങോട്ടോട്ട് ഗസ്റ്റ് പ്രവേശിച്ചില്ല. ഇല്ല ഇങ്ങോട്ടോട്ട് ഇറങ്ങത്തില്ല, വിടത്തില്ല. എന്നുവെച്ചാൽ ഇവിടെ ലൈറ്റ് വെട്ട് അങ്ങനെയൊക്കെ ലൈറ്റിന്റെ ഇതൊക്കെ കൊടുത്തിരുന്നു. അവിടെ വരെ ഒക്കെ ഉണ്ട്. പിന്നെ അതിപ്പോ എല്ലാം കംപ്ലൈന്റ് ആയി കിടക്കുക. ഇങ്ങനെയൊക്കെ അത് കുറെ കാലം ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ. പിന്നീട് പിന്നെ ഇതായി. എങ്ങനെയൊക്കെയാണ് അടിമലത്തുറ പ്രധാനമായിട്ടും കണ്ട് വന്ന കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയാൻ
നമ്മൾ കണ്ട് മാറ്റം എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ഒരേ വർഷത്തിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ തന്നെ കടൽ വരുന്ന സമയത്ത് ഇങ്ങനെ വരും, പിന്നീട് കടൽ അങ്ങോട്ടോട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങൾ. പിന്നെ കുറേ ആൾക്കാർ ഇതുപോലെ വരും പുറത്തുനിന്ന് പല സ്ഥലങ്ങളിലും, പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്. മലയാളിയായിരുന്നാലും തമിഴനായിരുന്നാലും ആരായിരുന്നാലും വരാറുണ്ട് ഇവിടെ. അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ള വരുമാനം ഡെയിലി ഉണ്ടാവാറുണ്ട്. അങ്ങനെ പറയാൻ അങ്ങനെ ഇല്ല, അങ്ങനെ പറയാനും പറ്റത്തില്ല. ഇന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ വന്നിരിക്കും, കിട്ടിയാൽ കിട്ടും, ഇല്ലെങ്കിൽ തിരിച്ച് അതേപോലെ അങ്ങ് പോകും. അങ്ങനെയൊക്കെയാണ്. ഇവിടെ ആളുകളൊക്കെ വിളിച്ച് നമ്മൾ വിളിക്കും, അവരിന് സാധനം വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയൊക്കെ വിളിക്കും. അപ്പോൾ അവരിന് എടുക്കാൻ മൈൻഡ് ഉണ്ടെങ്കിൽ അവർ വന്ന് നോക്കി എടുക്കും, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. അവരിനെ കൂടുതലായിട്ട് നമ്മൾ നിർബന്ധിക്കാറില്ല. അവരുടെ മൈൻഡ് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ഡീൽ ചെയ്തങ്ങ് പോകും. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വാങ്ങിക്കും. പിന്നെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം. ജസ്റ്റ് ഒന്നൊക്കെ പറയും, ഇങ്ങനെ നിങ്ങൾ മേടിച്ചാൽ നമ്മളുടെ ലൈഫൊക്കെ ഇതാണ്, നിങ്ങളെ പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അതെ. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ നമുക്ക് വേണമെങ്കിൽ മാത്രമേ നമ്മൾ കയറത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കയറത്തില്ലല്ലോ. ഇപ്പം നമ്മൾ പുറത്ത് പോയാലും എവിടെ പോയാലും കയറുന്ന ഒരാളിനെ എങ്ങനെ തുണി എടുപ്പിച്ചാൽ വിടുള്ളൂന്നുള്ള അത് എടുക്കാണ്. അത് നമ്മളുടെ കഴിവാണ്. അത് നമ്മളുടെ കഴിവ് അവരുടെ നമ്മൾ തെളിയിപ്പിക്കും. എങ്ങനെയും ഒന്ന് കയറി കിട്ടണം. എത്ര വർഷമായിട്ട് ഈ തുണി കച്ചവടം? ഞാൻ 2002 തുടങ്ങിയത്. 2002 തുണി കച്ചവടം തുടങ്ങി. 23 വർഷം കഴിഞ്ഞു, 21 വർഷം കഴിഞ്ഞു. 21 വർഷം കഴിഞ്ഞു. അപ്പൊ ചേട്ടനാ? ഞാനൊരു 19 വർഷമാവും. ആവുള്ളൂ. അതിന് മുമ്പ് ലൈഫ് ഗാർഡായിരുന്നു. ലൈഫ് ഗാർഡായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടോ? ഈ ബീച്ചിൽ ഇവിടെ ലൈഫ് ഗാർഡ് വേറെ ഉണ്ടല്ലോ? ഉണ്ട്, അവിടെ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും അടിമലത്തുറയിൽ അടിമലത്തുറ മനോഹരമായ നാടാണ്. നല്ല മനോഹരമായ ഒരു ഭംഗിയായ നാടാണ് അടിമലത്തുറ. എനിക്ക് ഒരിക്കലും വേറൊരു രീതിയിൽ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നാടാണ് അടിമലത്തുറ. ഞാൻ എത്ര ഇവിടെ വരുന്നാലും എനിക്ക് അതിൻ്റെ ആ ഒരു ബോറ് എനിക്ക് കാണിക്കത്തില്ല. പക്ഷേ എനിക്ക് ആ ഇൻട്രസ്റ്റിങ് ഭയങ്കര കൂടുതലാണ് ഇവിടെ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ മക്കൾ പഠിക്കുന്നു, 2 പേരുണ്ട്, ഒരു മോനും ഒരു മോളും. 8ലും 9ലും പഠിക്കുന്നു. അപ്പോൾ അവർ നന്നായിട്ട് പഠിക്കട്ടെ, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി അവർ നല്ല ഉദ്യോഗസ്ഥരാകട്ടെ അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് പോകട്ടെ. അടിമലത്തുറയിൽ വരാനും നിങ്ങളെ കാണാനും കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം. നിങ്ങളെ നമ്മൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. എറണാകുളത്താണ്. തിരുവനന്തപുരത്തായിരുന്നു. കാണാം ചേട്ടാ, തൃപ്പൂണിത്തുറയാണ്. വൈപ്പില്ല വൈപ്പിൽ അപ്പോൾ എല്ലാം നന്നായിരിക്കട്ടെ. എല്ലാ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. ഈ തമിഴത്ത് നിന്നുകൊണ്ട് ഞാനും പറയുകയാണ്, എല്ലാം നന്നായി വരട്ടെ. ഈ അടിമലത്തുറയിലെ നിവാസികൾക്ക് എല്ലാം ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. ഈ ഇവർക്ക് 2 പേരും നമ്മളോടൊപ്പം സംസാരിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അടിമലത്തുറയിലെ ഈ ഒരു ആംബിയൻസ് ആണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയൊരു വൈഡായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിയാണ്. ആ ബ്യൂട്ടി എല്ലാവരുടെയും ലൈഫിലും ഉണ്ടാവട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നട്ടുച്ച ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു കാഴ്ചയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു മങ്ങൽ ഉണ്ടാവാം. എങ്കിലും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കാൻ നിർവാഹമില്ലല്ലോ. വൈകുന്നേരം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ. അപ്പോൾ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവണം. കാണാൻ കൊള്ളാമെങ്കിൽ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടൊത്തൊന്നും പറയണം. ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്, കേരള കോളിംഗ് എന്ന് പറയുന്നത്. അത് എല്ലാവരും അറിഞ്ഞു വന്നെങ്കിൽ മാത്രമേ നമുക്കിനിയും കൂടുതൽ യാത്ര ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാകും. അതുകൊണ്ട് നാളെ കാണാം.